ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് റിബൺ റോസസ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് ഫ്രോക്കിലോ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പ് എന്നിവയിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ കഴിയും. നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ കാണാൻ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന റിബണ് 2.5 സെൻറ്റിമീറ്ററുള്ള റിബൺസ് ആണ്. ഷോപ്പിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള റിബൺസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഏതൊരു വിധത്തിൻ്റെ റിബൺ എടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫ്ലവറിൻ്റെ വലിപ്പം ഉണ്ടാവുക. ഓക്കെ, ഞാനിവിടെ 2.5 സെൻറ്റിമീറ്ററുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ റിബണ് ഒരു ലൈറ്റർ, ഗ്ലൂ ഗണ്ണ്, സിസർ ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടില്ലേ? 2.5 സെൻറ്റിമീറ്ററാണ് നമ്മുടെ റിബൻ്റെ വിഡ്ത്ത്. നമ്മുടെ റിബൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ ഡബിള് പ്ലസ് 1 സെൻറ്റിമീറ്റർ ചേർത്തിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2.5 + 2.5 5 പ്ലസ് 1 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററിൻ്റെ ഇതുപോലുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നമ്മുടെ റിബൺ ഈ കാർഡ്ബോർഡിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റായി തന്നെ ചുറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ ലൂസാക്കി പിടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ട് നമുക്ക് എത്ര പീസ് പെറ്റൽസ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇരുവശങ്ങളിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക. നമ്മുടെ റിബൺസ് 6 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെ ചെറുതായി തീ കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് കിട്ടണമെന്നില്ല, ചെയ്ത് അത് ശരിയായിക്കോളും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ചീത്ത വശം കണ്ടില്ലേ, ഇത് നല്ല വശമാണ്. ഇതിൻ്റെ ചീത്ത വശത്തേക്ക് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കോണോട് കോണ് മടക്കിയെടുക്കുക. കണ്ടില്ലേ? അതിനുശേഷം ഇതിൻ്റെ ഈ കോൺ വശം ഇതിനെ നമുക്ക് ഒന്നുകൂടെ അകത്തേക്ക് മടക്കാം. ഇതുപോലെ വേണം മടക്കിയെടുക്കാൻ. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഇതിനെ ഒന്നുകൂടി അകത്തേക്ക് മടക്കിയെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് നമ്മളിപ്പോൾ മടക്കിയെടുത്തിട്ടുള്ള ഈ വശത്തിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് തീ വെച്ച് ഉരുക്കിയെടുക്കാം. നമ്മൾ ഈ തീ കൊടുത്ത പാട് തന്നെ നമ്മൾ കൈകൊണ്ട് അതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ ഓട്ടോമാറ്റിക്കായി സ്റ്റിക്കായി കിടക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശവും ചെയ്തെടുക്കാം. അതായത് കോണോട് കോണ് മടക്കുക. അതിനുശേഷം നമ്മൾ ഈ കോൺ ഭാഗം ഒന്ന് അകത്തേക്ക് വെച്ച് മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ തീ വെച്ച് ചൂടാക്കി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ റോസ് പെറ്റൽസ്. നമ്മളിങ്ങനെയാണ് എല്ലാം തന്നെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ റെഡ് കളർ ഒരു പീസ് എടുത്തു. അതിനുശേഷം ഇരുവശങ്ങളും അതിൻ്റേത് ചൂടാക്കി ഒന്ന് ഉരുക്കിയെടുത്തു. ശേഷം നമ്മൾ കോണോട് കോണ് മടക്കുക. അതായത് നല്ല വശമല്ല, ചീത്ത വശത്ത് വെച്ചിട്ട് കോണോട് കോണൊന്നും മടക്കിയെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ മടക്കിയിട്ടുള്ള കോണ് അതിനെ ഒന്നുകൂടെ അകത്തേക്ക് മടക്കിയെടുക്കുക. കണ്ടില്ലേ? നമുക്ക് ഈ ഒരു വശം പിടിച്ചിട്ട് ഒന്ന് ചൂടാക്കി പ്രസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റേ വശവും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പെറ്റൽസ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് ഏതൊരു കളറിലുള്ള റിബൺസ് ഉപയോഗിച്ചിട്ടും അതുപോലെ ഏതൊരു വിധത്തിലുള്ള റിബൺസ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടില്ലേ? ഞാനിവിടെ കുറച്ച് പെറ്റൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക്
ആദ്യം സിംഗിൾ കളറിലുള്ള റോസ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ റെഡ് കളർ പെറ്റൽസാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്നിനും മുകളിൽ ഒന്നായി വരുന്ന രീതിയിൽ ഇതിൻ്റെ ഏറ്റവും സൈഡ് വശത്ത് വെച്ചിട്ട് ഗ്ലൂ വെച്ച് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഒന്നിന് മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 19 പെറ്റൽസാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? നമുക്ക് ഇത് കണ്ടില്ലേ ഒന്നിങ്ങനെ പിടിച്ച് നമുക്ക് ഇതിൻ്റെ അടിവശത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് പതുക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഗ്ലൂ ഭയങ്കര ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ പതുക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും കൈയൊക്കെ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടില്ലേ? നമ്മൾ ഈ റോള് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു റോസിൻ്റെ ഷേപ്പ് അവിടെ ഫോം ചെയ്ത് വരും. ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഗ്ലൂ തേച്ചതിന് ശേഷം നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഗ്ലൂ നന്നായിട്ട് അവിടെ സ്റ്റിക്ക് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുത്താൻ കഴിയും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ലീവ്സ് ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലീവ്സ് കൂടി ഞാൻ ഈ ഫ്ലവറിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ചെയ്തെടുക്കാം. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൻ്റെ ലീവ്സോ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡെക്കറേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ഈ ലീവ്സ് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഓക്കെ, ഇതും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4.5 സെൻറ്റിമീറ്റർ വീതി ഉള്ള കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര പീസ് ആവശ്യമുണ്ട് അത്രയും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇരുവശങ്ങളിലും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു 4 or 5 ഇതുപോലെയുള്ള പീസ് ഒരുമിച്ചെടുത്ത് അതിനൊന്ന് നടുമടക്കുക. കണ്ടില്ലേ? അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരു ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഒന്ന് ചെരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തീ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് നടുമടക്കിയെടുക്കാം. ഇതിൻ്റെ നല്ല വശമാണ് അകത്തേക്ക് വരുന്നത്. ഇതിനൊന്ന് നടുമടക്കിയെടുക്കുക. കണ്ടില്ലേ?
അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇരുവശങ്ങളിലേക്ക് ഇതിന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. കണ്ടില്ലേ? അപ്പം നമുക്കവിടെ ഒരു ഇലയുടെ ഷേപ്പ് കിട്ടും. പക്ഷെ നമുക്കിതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ അടിവശം ഒന്ന് ഉരുക്കിയെടുത്താൽ നമ്മുടെ ഇല റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ ഫ്രണ്ട്സ്? ഓക്കെ, നമ്മുടെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ലീവ്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഡബിൾ കളറുള്ള റോസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 പെറ്റൽസ് ബ്ലൂ കളറും 6 പെറ്റൽസ് യെല്ലോ കളറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 പെറ്റൽസ് ആദ്യം ബ്ലൂ ഞാൻ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം 3 പെറ്റൽസ് യെല്ലോ ഒട്ടിച്ചു. അതിനുശേഷം 3 ബ്ലൂ, അതിനുശേഷം 3 യെല്ലോ, അതിനുശേഷം ബാക്കിയുള്ള 3 ബ്ലൂവും കൂടി ഒട്ടിച്ചെടുത്തു. ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മൾ നേരത്തെ റോസ് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അതായത് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ള പെറ്റൽസിൻ്റെ താഴ്വശത്ത് ഇതുപോലെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു റോസ് ഫോം ചെയ്ത് വരും. ഓക്കെ, പിന്നെ ഞാനിവിടെ അവസാനം 4 പെറ്റൽസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനോട് ഞാൻ എക്സ്ട്രാ ഒരു പെറ്റൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 പെറ്റൽസ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡബിൾ കളർ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ത്രിബിൾ കളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഒരു റിബണ് 9 മീറ്റർ തൊട്ടിട്ട് 10 മീറ്റർ വരെ ഉണ്ടാവും. ആകെ 20 റുപ്പീസേ ഉള്ളൂ ഇതിൻ്റെ വില. അത് നമുക്ക് ഒരു റിബണ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് റോസ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലുള്ളൊരു ഫ്ലവർ വാങ്ങാൻ ചെന്നവർക്ക് അറിയാം അതിൻ്റെ വില എത്ര ഉണ്ടാവുമെന്ന്. കഴിയുന്നതും നമുക്ക് ഇതുപോലുള്ളതൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.